ലൈംഗിക അതിക്രമ കേസിൽ പിടിയിലായ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായി. എറണാകുളം സബ് ജയിലിലേക്കാണ് രഞ്ജിത്തിനെ മാറ്റിയത്. രഞ്ജിത്തിനെതിരെ തെളിവുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തെളിവ് ശേഖരിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്കും ഇതുണ്ടാകാൻ പാടില്ല. യുവതി കടന്നുപോയത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വെളിപ്പെടുത്തി. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഇക്കാര്യം യുവതിക്ക് വലിയ വെല്ലുവിളിയായി തോന്നിയെന്നും കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം എന്താ നോക്കെങ്കിൽ ആ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്ന പിന്നാണ് വന്നത്. ചാലഞ്ച് എന്തെങ്കിലും അവർ എതിർത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എന്നത് ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്തത് പിന്നെ ആൾ ഇൻഡിക്കേഷൻസ് ആർ അദ്ദേഹം ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് മാറാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, അതാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻ. രഞ്ജിത്ത് അറസ്റ്റ് ഒഴിവാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് DCP അശ്വതി ജിജി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് പോലീസ് മുന്നോട്ട് പോയത്. രഞ്ജിത്ത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്, എന്നാൽ കുറ്റം സമ്മതിച്ചിട്ടില്ലെന്നാണ് പോലീസ് ഓഫീസർ പറഞ്ഞത്. രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരും പ്രതികളാകുമെന്ന് DCP വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷനാണ്. ഇപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബാക്കി 2 വനിതാ SIമാരുണ്ട്. ബാക്കി നമ്മുടെ ടീമുണ്ട്. മാഡം, പരാതിയായിട്ട് പോകരുത് എന്ന തരത്തിൽ ഇടപെടലുണ്ടായിരുന്നോ? അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. രാഗിൻ, ഈ സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം നന്നായി വ്യക്തമാക്കുന്നതല്ലേ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങൾ? തീർച്ചയായും യുവനടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കൊച്ചി പോലീസിനെ കൈമാറി അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ സമ്മർദ്ദത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി അങ്ങനെ റിമാൻഡ് ചെയ്തു. അതിനുശേഷം ഈ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുകയാണ്. അതായത് ജനുവരി 30-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. കാരവാനിൽ വെച്ചാണ് യുവതിയോട്, ഈ ആക്ട്രസിനോട് ഈ രഞ്ജിത്ത് മോശമായി പെരുമാറിയത്. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ഈ ആക്ട്രസ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അതവിടെ കണ്ടവരുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. മതിയായ തെളിവ് ശേഖരണത്തോടു കൂടിയാണ് അറസ്റ്റ് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അറസ്റ്റ് ഒഴിവാക്കാൻ എന്ന കാര്യവും കൂടി ഇപ്പോൾ DCP ഉൾപ്പെടെ വ്യക്തമാക്കുന്നു. വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞു വയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. അതിൽ ഹാർബറിംഗ് കൂടി ചുമത്തും. കാരണം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന ഒരു ആംഗിൾ പോലീസിന് മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികളെ ഉൾപ്പെടുത്താനുള്ള നീക്കവുമുണ്ട്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാത്രമല്ല അന്ന് സെറ്റിൽ ഉണ്ടായിരുന്നവരുടെ അടക്കം വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത് വ്യാജ കേസാണ് എന്നാണ് രഞ്ജിത്തിന്റെ പ്രതികരണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ പോലീസ് അത് തള്ളുകയാണ്. ജനുവരിയിൽ ഇൻസിഡന്റ് ആയ ശേഷം ഈ യുവതി മെന്റൽ ട്രോമയിലേക്കൊക്കെ പോയിരുന്നു. അതിനുശേഷം പരാതി ലഭിച്ചു. തുടർന്ന് ആക്ട് ചെയ്തു. ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഒരു സ്ത്രീക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് എന്ന നിലപാടാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. അതിനിടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി പരിഗണിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിൽ പോലീസ് ഈ ജാമ്യത്തെ എതിർക്കുകയാണ്. രഞ്ജിത്തിനെതിരായ പരാതി വ്യാജം എന്നതാണ് രഞ്ജിത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കമുണ്ടായി എന്നതാണ് അഭിഭാഷകൻ പറഞ്ഞത്. ജാമ്യാപേക്ഷയിൽ പരാതിയുടെ കാലതാമസം ചൂണ്ടിക്കാണിക്കുമെന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ അപേക്ഷ പരിഗണിക്കുകയാണ്. രഞ്ജിത്തിന്റെ ആരോഗ്യാവസ്ഥയും കോടതിയെ ബോധിപ്പിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞ പ്രതികരണം. എറണാകുളം സബ് ജയിലിലേക്കാണ് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇതിൽ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ കോടതി കിടക്കുന്ന കാര്യങ്ങളാണ്. അല്ല, ഇത് റെഗുലർ ബെയിലാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അല്ല, ഇതിലിപ്പോ നേരത്തെ നമ്മൾ എന്തെങ്കിലും ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ?
ഇല്ല ഇല്ല കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് അറിയുന്നത്. സാറേ, അഭിഭാഷകന് എത്താൻ പറ്റാത്ത അത്ര തിടുക്കമുണ്ടായിരുന്നു സാറേ പോലീസിന്. അറിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വരെ നേരെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തു. പ്രശ്നങ്ങളുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്, സ്പൈൻ സർജറി കഴിഞ്ഞതാണ്, അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബെയിൽ ആപ്ലിക്കേഷനിൽ എന്താണ് പ്രധാനമായും പറയുന്നത്? നമ്മളെന്താണ് ബെയിൽ ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് പറയുന്നത്? ഇല്ല, അത് കോടതിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കും. ഏത് കോടതിയിലാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് നമ്പർ 1 അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ജാമ്യം കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? കോടതിയല്ലേ തീരുമാനിക്കുന്നത്.